ദേശാഭിമാനി മുഖപ്രസംഗം 2025 മെയ് 16 പിഴുതെറിയാം വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ മുഖവും ശബ്ദവുമായ കേണൽ സോഫിയ ഖുറേഷിയുടെ വീടിന് കർണാടക പോലീസ് അധിക സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. ശത്രുരാജ്യത്തിന്റെ ഭീഷണിയാലല്ല, മറിച്ച് ദേശസ്നേഹികളുടെ അസഹിഷ്ണുതയും വിദ്വേഷവുമാണ് രാജ്യത്തിന്റെ വീരപുത്രിയെ ഇത്തരമൊരു അവസ്ഥയിലെത്തിച്ചത്. ഭരണഘടനാ പദവിയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന മന്ത്രി ഭീകരരുടെ സഹോദരിയെന്നാണ് സോഫിയ ഖുറേഷിയെ വിശേഷിപ്പിച്ചത്. രാജ്യത്തിനു വേണ്ടി പോരാടി അഭിമാനമായി മാറിയ ഒരു വനിതയ്ക്കു നേരെ സംഘപരിവാർ മതത്തിന്റെ പേരിൽ നടത്തിയ ഈ കടന്നാക്രമണം ഭീകരർ നടത്തിയ കൂട്ടക്കൊലയെ പോലും ലജ്ജിപ്പിക്കുന്നു. സൈന്യത്തിന്റെ നേട്ടത്തിന്റെ പേരിൽ ഊറ്റം കൊള്ളുകയും അതിനെ തെരഞ്ഞെടുപ്പ് നിക്ഷേപമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രാഷ്ട്ര നേതൃത്വം പുലർത്തിയ മൗനമാണ് അതിലേറെ ഭീകരം. പഹൽഗാമിൽ ഭീകരർ വീഴ്ത്തിയ ചോരയ്ക്ക് ഇന്ത്യ നൽകിയ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഭീകരതയ്ക്ക് വളക്കൂറെടുക്കുന്ന മണ്ണിലെ 9 വിമാനത്താവളമാണ് രാജ്യത്തിന്റെ വ്യോമാതിർത്തി ലംഘിക്കാതെ നമ്മുടെ സൈന്യം തകർത്തത്. അത് നാം കേട്ടത് കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരുടെ വാക്കുകളിലൂടെയായിരുന്നു. ഒപ്പം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയുടെയും. രാജ്യം ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും ഇവിടം കൊണ്ട് അവസാനിക്കണമെന്നും അന്നേ സൈന്യം വ്യക്തമാക്കി. എന്നാൽ ലക്കും ലഗാനുമില്ലാതെ ജനവാസ കേന്ദ്രങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും നേരെ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം തുടങ്ങിയതോടെ സംഘർഷം നീണ്ടു. പ്രതിരോധത്തിൽ ഉറച്ചുനിന്ന ഇന്ത്യൻ സൈന്യം സംയമനത്തോടെ നിയന്ത്രിത പ്രത്യാക്രമണമാണ് നടത്തിയത്. പാകിസ്ഥാൻ മിസൈലുകളും ഉപയോഗിച്ചു തുടങ്ങിയതോടെ 11-ന് ഇന്ത്യ അവരുടെ സൈനിക താവളങ്ങളും വ്യോമ കേന്ദ്രങ്ങളും ആക്രമിച്ചു. തുടർന്നാണ് അമേരിക്കയുടേതടക്കമുള്ള വിവാദ ഇടപെടൽ അവകാശവാദത്തിന്റെ അടക്കം പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. 3 ദിവസവും സൈനിക നടപടി ജനങ്ങൾക്ക് വിശദീകരിച്ച സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ്, വിക്രം മിശ്രി എന്നിവർ തന്നെയാണ് വെടിനിർത്തൽ തീരുമാനവും രാജ്യത്തെ അറിയിച്ചത്. ഇതിനിടെ അതിർത്തിയിലെ സംഘർഷത്തിനൊപ്പം രാജ്യത്തിനകത്ത് യുദ്ധവെറിയും വളർന്നിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള വിഷയമാക്കാൻ ശ്രമിച്ച സംഘപരിവാറാണ് അതിനു മുന്നിൽ നിന്നത്. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ പോലെ സംഘർഷം പെരുപ്പിച്ചു കാട്ടിയ മാധ്യമങ്ങൾക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. 4 ദിവസത്തിനു ശേഷം പെട്ടെന്ന് ഇന്ത്യ വെടിനിർത്തിയതായി പ്രഖ്യാപിച്ചത് ഈ കേന്ദ്രങ്ങളെ നിരാശപ്പെടുത്തിയെന്നത് സ്വാഭാവികം. വെടിനിർത്തലിനോടുള്ള ഇക്കൂട്ടരുടെ എതിർപ്പ് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് തിരിയാതിരിക്കാൻ വാർത്ത നാടിനെ അറിയിച്ചവർക്കു നേരെ തിരിച്ചുവിടുകയെന്ന കുറുക്കുവഴിയാണ് സംഘപരിവാർ തെരഞ്ഞെടുത്തത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കും അദ്ദേഹത്തിന്റെ മകൾക്കും നേരെ സൈബറിടങ്ങളിൽ അധിക്ഷേപ വർഷമുണ്ടായി. മിശ്രിക്ക് അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ സ്വകാര്യമാക്കേണ്ടി വന്നു. പഹൽഗാമിൽ കൊല്ലപ്പെട്ട സൈനികൻ വിനയ് നർവാളിന്റെ ഭാര്യ ഹിമാൻഷിയെയും ഇവർ വെറുതെ വിട്ടില്ല. പഹൽഗാമിന്റെ പേരിൽ കശ്മീരിലെ ജനതയെ കുറ്റപ്പെടുത്തുന്നതിനോട് യോജിപ്പില്ലെന്ന് പറഞ്ഞതിനായിരുന്നു വളഞ്ഞിട്ട ആക്രമണം. പിന്നാലെ സോഫിയ ഖുറേഷിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം തുടങ്ങി. മധ്യപ്രദേശ് സംസ്ഥാന BJP മന്ത്രിസഭയിലെ ആദിവാസി ക്ഷേമ മന്ത്രി കുൻവർ വിജയ് ഷാ പരസ്യ അധിക്ഷേപത്തിനും മുതിർന്നു. ഭീകരർ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചു. അവർക്ക് മറുപടി നൽകാൻ മോദി അവരുടെ സ്വന്തം സഹോദരിയെ തന്നെ അയച്ചു. അവർ ഹിന്ദുക്കളുടെ വസ്ത്രം നീക്കി പരിശോധിച്ചാണ് കൊലപ്പെടുത്തിയത്. മോദിജി അവരുടെ സഹോദരിയെ അയച്ച് അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. നിങ്ങൾ ഞങ്ങളുടെ സ്ത്രീകളെ വിധവകളാക്കിയാൽ ഞങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ അയച്ച് തിരിച്ചടിക്കുമെന്ന സന്ദേശമാണ് നൽകിയത് എന്നായിരുന്നു ഷായുടെ പരാമർശം. ഹൈക്കോടതി ഇടപെടലിൽ മന്ത്രിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിന്റെ ഗതി എന്താകുമെന്ന് കാത്തിരുന്നു കാണണം. ആ BJP നേതാവ് ഇപ്പോഴും മന്ത്രിസഭയിൽ തുടരുന്നുവെന്നത് ഇതിന്റെ ചൂണ്ടുപലക. സോഫിയ ഖുറേഷിക്കെതിരായ ആക്രമണത്തിന് അവരുടെ മതവും കാരണമാക്കിയെന്നതാണ് അതിലേറെ അപലപനീയം. ഈ വെറുപ്പാണ് മന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തു ചാടിയത്. എന്നാൽ സോഫിയ ഖുറേഷിയുടെ വ്യക്തിഗത വിവരങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ അറിയാം സൈനിക പ്രവർത്തനത്തിൽ അവരുടെ മികവ്. അവർ UN സമാധാന സംരക്ഷണ ദൗത്യത്തിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ കമാൻഡറാണ്. അച്ഛനും മുത്തച്ഛനും ഇന്ത്യയുടെ സൈനികരായിരുന്നു. മുതുമുത്തശ്ശിയാകട്ടെ 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഝാൻസി റാണി റെജിമെന്റിൽ ഇന്ത്യക്കായി പോരാടി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനായി ചെറുവിരൽ അനക്കാത്ത പ്രസ്ഥാനത്തിലുള്ളവരാണ് മതത്തിന്റെ പേരിൽ ഇവരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നത്. ജീവിക്കുന്ന രാജ്യത്തോട് കൂറും സ്നേഹവും തോന്നുന്നത് സാധാരണമാണ്. എന്നാൽ അതിന്റെ പേരിൽ വെറുപ്പ് പരത്തുന്നത് രോഗാവസ്ഥയാണ്, അറുത്തുമാറ്റേണ്ട രോഗാവസ്ഥ.